ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി രണ്ട് രീതിയിൽ ഈസി ആയിട്ട് എങ്ങനെ മയണൈസിൻ്റെ റെസിപ്പി ചെയ്തെടുക്കാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ഒന്ന് എഗ്ലെസ്സും അതുപോലെ തന്നെ ഒന്ന് മുട്ട ഉപയോഗിച്ചിട്ടുള്ള മയണൈസാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണെങ്കിലും എഗ്ലെസ് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലാട്ടോ, ഒരുപാട് അളവിലൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ഈ ഒരു ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 4 ചെറിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് മതിയാവും കേട്ടോ. പിന്നെ ഇതിൽ പുളിക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി അല്ലാന്നുണ്ടെങ്കിൽ പകരം നാരങ്ങാനീര് ചേർത്താലും മതിയാവും. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കേണ്ടത്. അത് വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് ഒരു എരിവിന് വേണ്ടി മാത്രമായിട്ടാണ്. അപ്പോൾ എഗ്ലെസ് ആയതുകൊണ്ട് തന്നെ ഞാനിതിവിടെ പാൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അതുപോലെ തന്നെ 1/2 കപ്പ് ഓയിൽ, അപ്പോൾ പാലും 1/2 കപ്പ് ഓയിലും 1/2 കപ്പാണ്. പിന്നെ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഈ 2 സാധനങ്ങളും ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ഈ പാലും ഓയിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലേക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മിക്സിയുടെയൊക്കെ ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് വിപ്പ് ചെയ്തിട്ട് നിർത്തി മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. പിന്നെ വെളുത്തുള്ളിലേക്കും നന്നായിട്ട് അരഞ്ഞ് കിട്ടണം, അത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടിക്കോളും. ഇനിയും കട്ടി കൂടണമെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ അളവിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും, ഒന്നുകൂടി കൂട്ടി ഒഴിക്കേണ്ടി വരും. അപ്പോൾ മയണൈസ് ഒന്നും ഒട്ടും ഹെൽത്തി അല്ല കേട്ടോ എപ്പോഴും. അപ്പോൾ ഞാനിത് എപ്പോഴും ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുട്ട ഉപയോഗിച്ചിട്ടുള്ള മയണൈസ് ചെയ്തെടുക്കാം. അതിനും ഇതുപോലെ തന്നെ 4 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെയാണ് ചേർക്കണത്. വിനാഗിരി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് കേട്ടോ ചേർക്കണത്, പകരം നാരങ്ങാനീര് ഉപയോഗിക്കാം. പിന്നെ നമ്മളിതിലേക്ക് പാലിന് പകരം ഒരു കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. ഞാനിതിപ്പോൾ എഗ് വൈറ്റ് ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കോഴിമുട്ടയും കൂടി എടുത്തിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേശ്ശെയായിട്ട് ഓയിലൊക്കെ ചേർക്കണത്. പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ കുരുമുളക് പൊടി പോലെ ഇതിലും കുരുമുളക് പൊടി ചേർത്താൽ മാത്രം മതി. പക്ഷേ ഇതൊരു കളർ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മുളക് പൊടി ആട്ടോ ചേർത്തേക്കണത്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഓയിൽ ഒഴിക്കുക. 1/2 കപ്പ് ഓയിൽ തന്നെ ഇതിന് മതിയാവും കേട്ടോ. അപ്പോൾ കറക്റ്റ് എനിക്ക് തോന്നുന്നു എഗ്ലെസ് ചെയ്യണതിനേക്കാളും കുറച്ചുകൂടെ തിക്കിൽ കിട്ടും മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ. മുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എഗ്ലെസ് മയണൈസിൻ്റെ ആ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. ടേസ്റ്റ് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 2 റെസിപ്പി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല. ഏകദേശം നമ്മളെല്ലാം കുക്ക് ചെയ്യാണ്ടാണ് എടുത്തേക്കുന്നത്, മുട്ടയാണെന്നുണ്ടെങ്കിലും പാലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഒരുപാട് ദിവസമൊന്നും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെച്ച് ഉപയോഗിക്കാതിരിക്കലായിരിക്കും നല്ലത്. അപ്പോഴത്തെ ആവശ്യത്തിന് ജസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുക, അതായിരിക്കും കൂടുതൽ ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ കൂടുതൽ നമ്മൾ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒട്ടും ഹെൽത്തി അല്ല, എങ്കിലും വല്ലപ്പോഴും ഒക്കെ കഴിക്കണതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നണം. എന്നാലും മാക്സിമം കുറച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇടുന്ന റെസിപ്പീസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും, ഉടനെ തന്നെ കാണാനും പറ്റും. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.